ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ വ്ളോഗിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാറൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെൻറ്റിയ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രൈവർ ഉൾപ്പെടെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചോർസു ബസാറിലേക്കും പിന്നെ മാജിക് സിറ്റി കാണാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോർസു ബസാറിലേക്ക് പോകുന്നത് നമ്മൾ ബസ്സിലായിരുന്നു. അപ്പോൾ ബസ് നമ്പറൊക്കെ നമ്മൾ ഹോട്ടലിലുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ വെച്ചിട്ട് ഞാനൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള 2 പേരായിരുന്നു. അവരെനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ അവിടെയുള്ള ഓരോ മ്യൂസിയവും ഒക്കെ കാണിച്ചു തന്നു. ഇംഗ്ലീഷ് അറിയുന്നുണ്ടായിരുന്നില്ല, എങ്കിലും എങ്ങനെയൊക്കെയോ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. ഇത് മ്യൂസിയം ആണെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ. കാരണം നമ്മളോടൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയും എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുകയും നമ്മളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയരികിൽ ഒരുപാട് ബ്രെഡ് വിൽപ്പനക്കാരുണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള ആ ഒരു ബ്രെഡ് പല ഡിസൈനിൽ അവർ ചെയ്തിട്ട് വഴിയിൽ ഒരുപാട് സ്ഥലത്ത് അത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ചോർസു ബസാറിൻ്റെ ഉള്ളിലാണ് ഏറ്റവും വലിയ ബ്രെഡ് ഷോപ്പ് ഉള്ളത്. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് പറ്റും. ബസാറിന് പുറത്തായിട്ട് ഇതുപോലത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. തുണികളും ചെരുപ്പുകളും അങ്ങനെ ഒരുപാട് ഷോപ്സ് അതിന് പുറത്തായിട്ടുണ്ട്. നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, അതിനും മാത്രം കാണാനുണ്ടായിരുന്നു. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തുമ്പോൾ. അപ്പോൾ ലഞ്ചൊന്നും കഴിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മളൊരു സാൻഡ്വിച്ചാണ് കഴിച്ചത്. നമ്മൾ ബീഫ് സാൻഡ്വിച്ച് ട്രൈ ചെയ്തു. അത്യാവശ്യം വലിയ സാൻഡ്വിച്ചായിരുന്നു. വലിയ ടോർട്ടില്ല ബ്രെഡിലാണ് അവർ റാപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അവിടെ പുറത്ത് ഷഷ്ലിക്ക് ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. കബാബ് ലൈവായിട്ട് ഗ്രില്ല് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ഐറൻ ട്രൈ ചെയ്തു. നമ്മുടെ നാട്ടിലെ മോരും വെള്ളമില്ലേ, ഉപ്പിട്ട് ഉള്ള മോരും വെള്ളമാണ് അവിടുത്തെ ഐറൻ എന്ന് പറയുന്നത്. നല്ല ചൂടുള്ള സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നും.
ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാന നഗരമായ താഷ്കെൻറ്റിൻ്റെ പഴയ പട്ടണത്തിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ ചോർസു ബസാർ സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബസാറാണിത്. നീല നിറത്തിലുള്ള വലിയൊരു ഡോമാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ബസാറിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ പുറത്ത് ഇതുപോലത്തെ കുറേ പ്രായമായ ഉമ്മമാരിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രായമായിട്ടുള്ള ഉമ്മമാരൊന്നും ഇങ്ങനെ കച്ചവടത്തിന് ഇറങ്ങില്ലല്ലോ. അവിടെ കച്ചവടത്തിനായിട്ട് നിൽക്കുന്ന ഭൂരിഭാഗം പേരും കുറച്ച് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പച്ചക്കറി വിൽക്കാനും അതുപോലെ ഫ്രൂട്ട്സൊക്കെ വിൽക്കാനും ഒക്കെ നിൽക്കുന്നത് കൂടുതലും ഇതുപോലത്തെ പ്രായമായ സ്ത്രീകളാണ്. അവിടെ നല്ല പല വെറൈറ്റീസിലുള്ള തേൻ കിട്ടും. നല്ല മൗണ്ടൻ ഹണിയൊക്കെ അവിടെ നിന്ന് കിട്ടും. പല വലുപ്പത്തിനും പല ഷേപ്പിലും ഒക്കെയുള്ള ഒരുപാട് സ്ട്രോബെറീസ് നമുക്കവിടെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇത്രയും സ്ട്രോബെറി ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് സ്ട്രോബെറി അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സ്ട്രോബെറി വാങ്ങിച്ചു. നമുക്ക് നല്ലതുപോലെ സ്ട്രോബെറിയൊക്കെ കഴിക്കാനായിട്ട് പറ്റി. ഇതവിടുത്തെ ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു ക്യാരറ്റാണ്. അവിടുത്തെ പുലാവിലൊക്കെ ഇടുന്നൊരു ക്യാരറ്റാണിത്. നമ്മുടെ ഓറഞ്ച് കളറിലെ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറേ ക്യാൻഡി ഷോപ്സും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കുന്ന കാണാനായിട്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ ബ്രെഡ് ഷോപ്പും ഉള്ളത്. ബ്രെഡ് പരത്തിയതിന് ശേഷം ഒരു മുള്ള് പോലത്തെ ഒരു അച്ചുണ്ട്. അത് വെച്ച് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അത് ചുട്ടെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ടും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആണ് അങ്ങനെ ചെയ്യുന്നത്. തന്തൂറിനുള്ളിൽ അത് ചുട്ടെടുക്കുന്നത് നേരിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റും.
മീറ്റ്, ചീസ് എല്ലാം വിൽക്കുന്ന കുറേ ഷോപ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഷീപ്പിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു നെയ്യാണ് ദുംബ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മിക്ക പുലാവിലും ഇവർ കുക്ക് ചെയ്യുമ്പോൾ കൂടുതലും ഓയിലിൻ്റെ കൂടെ ഈ ദുംബയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പുലാവിലൊക്കെ ചേർക്കുന്നതും ഈ ഒരു ദുംബയാണ്. അങ്ങനെ നമ്മൾ കുറേ ടൈം ചോർസു ബസാറിൽ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് മാജിക് സിറ്റിയിലേക്ക് പോയത്. അവിടെ വഴിയിൽ നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവിടെ കുറേ മൾബറി മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ചുമ്മാ വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് മാജിക് സിറ്റിയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാജിക് സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പാർക്കാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു പാർക്കാണത്. അതിനുള്ളിൽ ചെന്നാൽ നമുക്കൊരു യൂറോപ്യൻ സ്ട്രക്ചറും അതുപോലെ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഒരു രൂപം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓരോ ബിൽഡിങ്ങിനുള്ളിലും ഓരോ ആക്ടിവിറ്റീസും കുറേ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ണായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. അതുപോലെ കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ അതിനുള്ളിലുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മളൊരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഗീ റൈസും ലെൻറ്റിൽ സൂപ്പും പൈഡും അതുപോലെ ഒരു മിക്സ്ഡ് ഗ്രില്ലിൻ്റെ ഒരു പ്ലാറ്ററൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ഇരുട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 7 o'clock അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. ഇവിടെ സൺസെറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ടൈമായിട്ടും അത്ര ഇരുട്ട് വീഴാത്തത്. ഓരോ 1 hour കൂടുമ്പോഴും ഇതുപോലത്തെ വാട്ടർ ഷോ ഉണ്ട്. നമ്മുടെ ദുബായ് മാളിലൊക്കെ ഉള്ളതുപോലെ.
അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ അതിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ 2-3 എണ്ണമൊക്കെ ട്രൈ ചെയ്തു. അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ളൊരു വീടായിരുന്നു അത്. ലിവിങ് റൂമും ബെഡ്റൂമും കിഡ്സ് റൂമും കിച്ചണും വാഷ്റൂമും ഒക്കെ കംപ്ലീറ്റ് അപ്സൈഡ് ഡൗൺ പോലെ. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ ഫീലൊന്നും തോന്നില്ല. ക്യാമറയിലൂടെ കാണുമ്പോഴും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു രസം തോന്നി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറേ പേര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും കൂടെ നിന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും ഉമ്മമാരായിരുന്നു. കുറച്ച് പ്രായമുള്ള തജിക്കിസ്ഥാനിൽ നിന്ന് വന്ന കുറച്ച് ഉമ്മമാരൊക്കെ നമ്മളോടൊന്ന് വന്ന് സംസാരിക്കുകയും നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കൈൻഡായിട്ടുള്ള ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഹമീദ് ഭായി വന്ന് സജീർക്കയോട് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് വന്നില്ല, നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഹമീദ് ഭായി ആണ് നമ്മുടെ കാറൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. ഹമീദ് ഭായി ആയിരുന്നു. അപ്പോൾ പുള്ളിയെ കാണാനായിട്ട് സജിക്ക പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടാക്സി വഴി തന്നെ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോട്ടൽ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് സമർക്കണ്ട് എയർപോർട്ടിലേക്കായിരുന്നു. അപ്പോൾ തിരിച്ച് പോകുന്നത് താഷ്കണ്ടിൽ നിന്നാണ്. ആർട്ടിസ്റ്റ് ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരുന്ന റൂമാണിത്. നല്ല സർവീസായിരുന്നു, നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നവരുണ്ടെങ്കിൽ താഷ്കണ്ടിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹോട്ടൽ പ്രിഫർ ചെയ്യാവുന്നതാണ്. അവരുടെ തന്നെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. നല്ല ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിരുന്നു. അവരുടെ സർവീസും നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് അബുദാബിയിലേക്ക് പോവുകയാണ്. വിസെയറിൽ തന്നെയാണ് തിരിച്ച് പോകുന്നതും. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതിനിടയിലും ഒരു ട്രിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ലേറ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ ഈ റീസെൻ്റ്ലി നമ്മൾ കസാഖിസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പീസും ട്രാവൽ വ്ലോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.